ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന റൈറ്റ് അഗൈൻസ്റ്റ് സോളിറ്ററി കൺഫൈൻമെൻറ്റ്, ഹാൻഡ് കഫിംഗ് ആൻഡ് ബാർ, ഫെറ്റേഴ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ടോർച്ചറാണ്. അതിൽ റൈറ്റ് അഗൈൻസ്റ്റ് സോളിറ്ററി കൺഫൈൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള പ്രിസണേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കൺഫൈൻമെൻറ്റ് നടത്തുന്നതാണ് സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ്, അവർക്കുള്ളി ആക്സസ്, ഒക്കേഷണൽ ആക്സസ് ഓഫ് എനി അതർ പേഴ്സൺ, മറ്റുള്ള വ്യക്തികളുമായിട്ട് ഒക്കേഷണൽ ആക്സസ് മാത്രമേ ഉണ്ടായിരിക്കുന്നതുള്ളൂ. സ്ട്രിക്റ്റ് സെൻസിൽ പറഞ്ഞാൽ ഇവിടെ എന്താണ്, മറ്റുള്ള പ്രിസണേഴ്സിൽ നിന്നും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ഹ്യൂമൻ സൊസൈറ്റിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഐസൊലേഷനാണ് ഈ പ്രിസണേഴ്സിന്, ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റുള്ള പ്രിസണേഴ്സിന് കൊടുക്കുന്നത്. ഒരു തരത്തിലും സൊസൈറ്റിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രിസണേഴ്സുമായിട്ടോ ഇവർക്ക് എന്ത് കാണത്തില്ല, ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഇവിടെ പറയുന്നുണ്ട്, എന്താണ്, ഒരു 8 വർഷം, ഓൾമോസ്റ്റ് 8 വർഷത്തോളം സോളിറ്ററി കൺഫൈൻമെൻറ്റിൽ അല്ലെങ്കിൽ 10 വർഷം പ്രിസണിലിട്ടതിന് ശേഷം അവരുടെ ലൈഫ് എടുക്കുക എന്നുള്ളത് എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന് ഒരു വയലേഷനായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി റൈറ്റ് എഗനിസ്റ്റ് ഹാൻഡ് കഫിങ്, ഒരു അറസ്റ്റഡ് പേഴ്സണെയോ അല്ലെങ്കിൽ അണ്ടർ ട്രയൽ പ്രിസണറിനെയോ ഹാൻഡ് കഫ് ചെയ്യാൻ വേണ്ടി പാടില്ല. ജസ്റ്റിഫയിങ് സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹാൻഡ് കഫിങ് നടത്താൻ വേണ്ടി പാടുള്ളൂ. ഒരു അക്യൂസ്ഡിനെ വെൻ ദ അക്യൂസ്ഡ് ആർ ഫൗണ്ട് ടു ബി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ സെൽഫ്ലെസ്ലി ഡിവോട്ടിംഗ് ദെയർ സർവീസ് ടു ദ പബ്ലിക് കോസ്, നോട്ട് ടെൻഡിങ് ടു എസ്കേപ്പ് ആൻഡ് ട്രൈഡ് ആൻഡ് കൺവിക്റ്റഡ് ഫോർ ബെയിലബിൾ ഒഫൻസ്, ഒരു ബെയിലബിൾ ഒഫൻസിനാണ് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എസ്കേപ്പ് ചെയ്യാനോ ഒന്നുമുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവുമില്ലാതെ അയാളെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഹാൻഡ് കഫ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കേസാണ് പ്രേം ശങ്കർ ശുക്ല വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ പെറ്റീഷണർ എന്ന് പറയുന്നത് തീഹാർ ജയിലിലെ അണ്ടർ ട്രയൽ പ്രിസണർ ആയിരുന്നു. ഹി വാസ് റിക്വയർഡ് ടു ബി ടേക്കൺ ഫ്രം ജയിൽ ടു മജിസ്ട്രേറ്റ് കോർട്ട് ആൻഡ് ബാക്ക് പീരിയോഡിക്കൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഇയാളെ ജയിലിൽ നിന്നും മജിസ്ട്രേറ്റ് കോർട്ടിലേക്കും അവിടെ തിരിച്ചു കൊണ്ടുപോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ചില കേസുകൾ അയാളുടെ പെൻഡിങ്ങിൽ കിടന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആവശ്യം ഇവിടെ വന്നു. അപ്പോൾ ട്രയൽ കോർട്ട് ഇവിടെ ഒഫീഷ്യലിനോട് പറഞ്ഞു, ഇയാളെ കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, വാറൻ്റ് ഇല്ലാതെ ഹാൻഡ് കഫിങ് നടത്താൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ എന്താണ്, ടു ഹാൻഡ് കഫ് ഈസ് ടു ചോപ്പ് ഹാർഷ്ലി ആൻഡ് ടു പണിഷ് ഹ്യൂമാനിറ്റേറിയൻലി. ഇവിടെ എന്താണ്, ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലല്ല ഹാൻഡ് കഫ് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഹാൻഡ് കഫിങ് നടത്താൻ വേണ്ടി പാടില്ല. അങ്ങനെ ഹാൻഡ് കഫിങ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കാരണത്താലാണ് അങ്ങനെ ചെയ്യാനുള്ളതിൻ്റെ കാരണം, ആ റീസൺ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കോർട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രൈമ ഫേസിയെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇൻഹ്യൂമൻ ആണ് ഈ പറഞ്ഞ ഹാൻഡ് കഫ് എന്ന് പറയുന്നത്. പ്രൈമ ഫേസി ഇൻഹ്യൂമൻ ആണ്, അൺറീസണബിൾ ആണ്, ആർബിറ്ററി ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഹാൻഡ് കഫിങ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എപ്പോഴൊക്കെ സീരിയസ് നോൺ ബെയിലബിൾ ഒഫൻസ് ചെയ്തിട്ടുള്ളൊരു ക്രിമിനലാണ്, അല്ലാന്നുണ്ടെങ്കിൽ വയലൻറ്റ് ഡിസോർഡർലി ഒബ്സ്ട്രക്റ്റീവ് മാനറിലാണ് അയാൾ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ, സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ എന്താണ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇങ്ങനെയുള്ള കാരണങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ ഹാൻഡ് കഫിങ് നടത്താൻ വേണ്ടി പറ്റും. പിന്നെ ഹാൻഡ് കഫ് ചെയ്യാനുള്ളതിൻ്റെ റീസൺ പോലീസ് ഡെയിലി ഡയറിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഒരു അറസ്റ്റഡ് പേഴ്സണെ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മജിസ്ട്രേറ്റ് അവിടെ ഇൻക്വയറി ചെയ്യും, ഹാൻഡ് കഫിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫെറ്റേഴ്സ്, എന്തെങ്കിലും ഫോഴ്സോ എന്തെങ്കിലും കാര്യം ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് എഗനിസ്റ്റായിട്ട് പോലീസ് യൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഡിമാൻഡ് ചെയ്യുന്നതാണ്. സിറ്റിസൺ ഫോർ ഡെമോക്രസി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആസാം എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അറസ്റ്റ് വിത്ത് വാറൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഹാൻഡ് കഫ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഓൺലി വിത്ത് ദ പ്രയർ പെർമിഷൻ ഓഫ് ദ മജിസ്ട്രേറ്റിന് പെർമിഷൻ ഉണ്ടായിരിക്കണം. ഇനി വാറൻറ്റ്ലെസ് അറസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഹാൻഡ് കഫ് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും, പക്ഷേ എന്തായിരിക്കണം അത്, പോലീസ് സാറ്റിസ്ഫൈ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ലോയുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഹാൻഡ് കഫ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്രേം ശങ്കർ ശുക്ല വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കേസുണ്ട്. ഇവിടെ ഹാൻഡ് കഫിംഗ് എന്ന് പറയുന്നത് പ്രൈമ ഫേസിയെ ഇൻഹ്യൂമൻ, ദെയർ ഫോർ അൺറീസണബിൾ ആൻഡ് ഹാർഷ് ആൻഡ് ഫസ്റ്റ് ബ്ലഷ് ആർബിട്രറിലി. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ഹാൻഡ് കഫിംഗ് എന്ന് പറയുന്നത് പ്രൈമ ഫേസിയെ ഇൻഹ്യൂമൻ ആണെന്ന് പറയുന്നുണ്ട്, അൺറീസണബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ടു ഇൻഫ്ലിക്റ്റ് അയൺസ് ഈസ് ടു റിസോർട്ട് ടു സോളജിക്കൽ സ്ട്രാറ്റജീസ് റെപ്പുഗ്നൻ്റ്
2 ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നുണ്ട്. കഫിംഗ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14, 19, 21 വയലേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ കസ്റ്റോഡിയൽ ടോർച്ചറിനെ പറ്റി പറയുന്നുണ്ട്. കസ്റ്റോഡിയൽ ടോർച്ചർ ആരാണ് നടത്തുന്നത്? പോലീസോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഒക്കെയാണ് ഒരാളിൽ നിന്നും ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള കസ്റ്റോഡിയൽ ടോർച്ചർ ഉപയോഗിക്കുന്നത്. ഈ കസ്റ്റോഡിയൽ ടോർച്ചർ വഴി ഒരുപാട് ആളുകൾ, നിരപരാധികൾ വരെയും കൊല്ലപ്പെട്ട സാഹചര്യങ്ങൾ വരെയും ഉണ്ടാകുന്നുണ്ട്. ഇനി ഇവിടെ DK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്താണ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്നുള്ള മാനേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള വിസിബിൾ ക്ലിയർ ഐഡൻറ്റിഫിക്കേഷൻ നെയിം ടാഗ് അയാൾ വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ക്ലിയർ ആയിരിക്കണം, വിസിബിൾ ആയിട്ടുള്ളൊരു നെയിം ടാഗ് വെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പർട്ടിക്കുലേഴ്സ് ഓഫ് ഓൾ സച്ച് പോലീസ് പേഴ്സണൽ ഹു ഹാൻഡിൽ ഇൻറ്ററോഗേഷൻ ഓഫ് ദ അറസ്റ്റി മസ്റ്റ് ബി റെക്കോർഡഡ്. അറസ്റ്റിയുടെ പറഞ്ഞിട്ടുള്ള ഇൻറ്ററോഗേഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് അറസ്റ്റ് മെമ്മോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ അറസ്റ്റ് മെമ്മോ അറ്റ്ലീസ്റ്റ് 1 വിറ്റ്നസ്സിനെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഒരു വിറ്റ്നസ്സിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് അറസ്റ്റ് കൗണ്ടർ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ അകത്ത് ടൈമും അറസ്റ്റ് ചെയ്തത് ഏത് സമയത്താണ്, എന്നാണ് എന്നുള്ള ഡേറ്റൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ അറസ്റ്റിയുടെ നിയർ റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ വല്ലതും ഇയാളുടെ അറസ്റ്റിനെ പറ്റി, അതുപോലെ ഇയാളെ ഏത് ഇൻറ്ററോഗേഷൻ സെൻറ്ററിലാണ് അല്ലെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്നുള്ള കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രണ്ടിനെയോ റിലേറ്റീവിനെയോ അവർ ഔട്ട്സൈഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ഔട്ട്സൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടൗണിലാണ് എന്നുണ്ടെങ്കിൽ ലീഗൽ എയ്ഡ് ഓർഗനൈസേഷൻ വഴി അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ വഴി, കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ വഴി അറിയിച്ചിട്ടുണ്ടായിരിക്കണം. വിത്തിൻ 8 to 12 hours ടെലിഗ്രാഫിക്കലി അറിയിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. പിന്നെ പേഴ്സൺ അറസ്റ്റഡ് മസ്റ്റ് ബി മെയ്ഡ് അവെയർ ഓഫ് ഹിസ് റൈറ്റ് ടു ഹാവ് സംവൺ ഇൻഫോംഡ് ഓഫ് ഹിസ് അറസ്റ്റ് ഓർ ഡിറ്റൻഷൻ ആസ് സൂൺ ആസ് ഹി ഈസ് പുട്ട് അണ്ടർ അറസ്റ്റ് ഓർ ഡിറ്റെയിൻഡ്. ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ ഡിറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഈ അറസ്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഡിറ്റൻഷനെ പറ്റി ഇയാൾക്ക് ആരെങ്കിലും അറിയിക്കാം എന്നുള്ളൊരു അവകാശമുണ്ടെന്നുള്ള കാര്യം ഈ അറസ്റ്റിയെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഈ പറഞ്ഞ അറസ്റ്റിയുടെ നെക്സ്റ്റ് ഫ്രണ്ടിനെയോ റിലേറ്റീവിനെയോ അറിയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ നെയിമും കാര്യങ്ങളും എല്ലാം ഡയറിയിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കണം. അറസ്റ്റിയുടെ ദേഹത്തെ എന്തെങ്കിലും തരത്തിലുള്ള മേജറോ മൈനറോ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അറസ്റ്റിൻ്റെ സമയത്ത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ഇൻസ്പെക്ഷൻ മെമ്മോ അറസ്റ്റിയും പോലീസ് ഓഫീസറും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി അറസ്റ്റിക്ക് കൊടുത്തിട്ടും ഉണ്ടായിരിക്കണം. അറസ്റ്റി എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി 48 മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. അറസ്റ്റ് മെമ്മോ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സ് കോപ്പീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അറസ്റ്റിക്ക് ലോയറിനെ മീറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പോലീസ് കൺട്രോൾ റൂമിൽ ഡിസ്ട്രിക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെയോ ഈ പറഞ്ഞിട്ടുള്ള അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം വിത്തിൻ 12 hours. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഒരു പോലീസ് കൺട്രോൾ റൂമിൻ്റെ ഒരു കോൺസ്പീഷ്യസ് ആയിട്ടുള്ളൊരു സ്പേസിൽ ഒരു ബോർഡിൽ ഇട്ടിട്ടും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ.